മഴക്കെടുതിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് വലിയ വീഴ്ചയുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ക്യാമ്പുകളിൽ സൗകര്യമൊരുക്കുന്നതിലടക്കം ഗുരുതര വീഴ്ചയുണ്ടായി. നാശനഷ്ടങ്ങൾ കണക്കാക്കി എത്രയും വേഗം നഷ്ടപരിഹാരം നൽകണമെന്നും കടലിൽ കാണാതായവരുടെ കുടുംബങ്ങൾ നിരാലംബരാകരുതെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കേന്ദ്ര സഹായത്തിനായി BJP അധ്യക്ഷനെ മന്ത്രി എന്തിന് ബന്ധപ്പെട്ടെന്നും പിണറായി വിജയൻ ചോദിച്ചു. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിലിലും സംസ്ഥാന സർക്കാർ നടത്തിയ വീഴ്ചയ്ക്കെതിരെയാണ് പ്രതിപക്ഷ നേതാവ് രൂക്ഷ വിമർശനമുയർത്തിയത്. സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കലാണ്. പലതരത്തിലുള്ള ഏകോപനം ഇവിടെ ഫലപ്രദമായി ഉണ്ടായോ? സർക്കാരിൻ്റെ സാന്നിധ്യമുണ്ടായോ? അതിലാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾ നിരാലംബരാകരുതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആ കുടുംബങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. ഇപ്പോഴും ഒരു അനിശ്ചിതത്വം ആ കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. നിരാലംബമാകുന്നൊരവസ്ഥ കുടുംബങ്ങൾക്കുണ്ടാകരുത്. കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടാൻ സർക്കാർ BJP അധ്യക്ഷനെ സമീപിച്ചതിനെ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. എന്തുകൊണ്ടാണ് കേന്ദ്രത്തെ നേരിട്ട് ബന്ധപ്പെടാതിരുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ടല്ലോ. ആ ദുരന്തങ്ങൾ നേരിട്ട ഘട്ടത്തിലൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രത്യേക സഹായം, ഏജൻസിയുടെ സഹായം ലഭ്യമാകുന്നതിന് വേണ്ടി തേടിയിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ് ബന്ധപ്പെട്ടാൽ നേവി അടക്കമുള്ള, ആർമി അടക്കമുള്ള ആളുകളുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏത് ഘട്ടത്തിൽ? എന്തിനാണ് ഒരു മന്ത്രി BJPയുടെ സംസ്ഥാന അധ്യക്ഷനോട് അഭ്യർത്ഥിച്ചിട്ട് അവരുടെ ഇടപെടലിലൂടെ സഹായത്തിന് വേണ്ടി കാത്തത്? എന്തേ അതുവരെ ബന്ധപ്പെടാതിരുന്നത്? നാശനഷ്ടങ്ങൾ കണക്കാക്കി എത്രയും വേഗം നഷ്ടപരിഹാരം നൽകണം. തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാൻ സർക്കാർ തയ്യാറാകണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം, പ്രത്യേകിച്ച് ഓണക്കാലായതുകൊണ്ട് ഓണത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ സംഭരിച്ചു വെച്ചതാണ്. അവിടെയാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ രാത്രി വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായത്. എല്ലാം നശിച്ചു പോകുന്ന നിലയാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഉണ്ടായ നാശനഷ്ടങ്ങൾ കണക്കാക്കി ആ നാശനഷ്ടങ്ങളുടെ പ്രത്യേകത വെച്ചുകൊണ്ടുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.